ചാലക്കുടി കോടതി ജംഗ്ഷനിലെ അടിപ്പാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾ സുഗമമായി കടക്കാൻ പറ്റാത്തതാണ് കുരുക്കിന് ഒരു കാരണം. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടി പുലിയുടെ ആക്രമണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാൽപ്പാറയിലാണ് തോട്ടം തൊഴിലാളിയുടെ മകൻ പുലിയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴക്കി രക്ഷപ്പെട്ടത്. കൊടുങ്ങല്ലൂരിൽ ശീതളപാനീയ കടയുടെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കച്ചവടം നടത്തിയ ആൾപിടിയിൽ. കാവിൽക്കടവ് പടുവിങ്ങൽ വീട്ടിൽ നൂറുദ്ദീനെയാണ് എക്സൈസ് പിടികൂടിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടി കോടതി ജംഗ്ഷനിലെ അടിപ്പാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾക്ക് സുഗമമായി കടക്കാൻ പറ്റാത്തതാണ് കുരുക്കിന് ഒരു കാരണം. പല ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ക്രമം തെറ്റിച്ചു പോകുന്നതും ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നുണ്ട്. ബുധനാഴ്ച രാവിലെ മുതൽ വലിയ ഗതാഗത തടസ്സമാണ് ഇവിടെ അനുഭവപ്പെട്ടത്. ഇവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസ് വാഹനങ്ങൾ നിയന്ത്രിക്കാൻ നടപടികളൊന്നും ചെയ്യുന്നില്ലെന്നാണ് പരാതി ഉയരുന്നത്. ട്രാഫിക് തെറ്റിച്ച് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പോകുമ്പോഴും മൊബൈലിൽ നോക്കിയിരിക്കുകയാണ് പോലീസ് എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഗതാഗത തടസ്സം ഒഴിവാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം ഉയരുന്നത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടി പുലിയുടെ ആക്രമണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാൽപ്പാറയിലാണ് തോട്ടം തൊഴിലാളിയുടെ മകൻ പുള്ളിപ്പുലിയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴക്കി രക്ഷപ്പെട്ടത്. റൊട്ടിക്കാടി ഹൈസ്കൂളിന് സമീപം താമസിക്കുന്ന ശിവകുമാർ സത്യ ദമ്പതികളുടെ മകൻ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് പുലി ചാടി വീണത്. ഈ സമയത്ത് വളർത്തുനായ്ക്കൾ കുരയ്ക്കുകയും ശിവകുമാറും ഭാര്യയും ബഹളം വയ്ക്കുകയും ചെയ്തതോടെ പുലി വനത്തിലേക്ക് ഓടിപ്പോവുകയായിരുന്നു. ഈ പ്രദേശത്തെ ജനവാസ മേഖലയിൽ പുലിയുടെ ആക്രമണം പതിവാണ്. പുലി ആക്രമണത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൊടുങ്ങല്ലൂരിൽ ശീതളപാനീയ കടയുടെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ കച്ചവടം നടത്തിയ ആൾപിടിയിൽ. കാവിൽക്കടവ് പടുവിങ്ങൽ വീട്ടിൽ നൂറുദ്ദീനെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ VS പ്രദീപും സംഘവും പിടികൂടിയത്. ലഹരിക്കെതിരായുള്ള ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായുള്ള റെയ്ഡിലാണ് ഇയാളുടെ ഉടമസ്ഥതയിലുള്ള PKJ എന്ന സ്ഥാപനത്തിൽ നിന്നും പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും മറ്റും ഹാൻസ് വിൽക്കുന്നതായി രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നുള്ള പരിശോധനയിൽ 3 കിലോഗ്രാം ഹാൻസും പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തി. കളിച്ചു വളരാം, ലഹരി വിമുക്തമായി എന്ന സന്ദേശവുമായി മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ടാലന്റ് ഫുട്ബോൾ അക്കാദമി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് പാറേമാൻ ഉദ്ഘാടനം ചെയ്തു. സമ്പത്ത് നഷ്ടപ്പെട്ട നമുക്ക് വീണ്ടും നേടിയെടുക്കാവുന്നതാണ്. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ട നമുക്ക് ചിലതൊക്കെ നഷ്ടമാണ്, എന്നേക്കും നഷ്ടമാണ്. നല്ല സ്വഭാവമില്ലാണ്ടായാലോ തീരാ നഷ്ടമാണ്. ഇവിടെയാണ് ഈ സ്പോർട്സ് അക്കാഡമിയുടെയും ഈ സമ്മർ ക്യാമ്പിൻ്റെയൊക്കെ മുഖ്യമായ ലക്ഷ്യം. ഇന്ന് കേരളം ഒരു ഭ്രാന്താലയമാണോ എന്ന് വാദിപ്പാണ് മാധ്യമങ്ങളും, പ്രിന്റഡ് മാധ്യമങ്ങളും, ഓഡിയോ വീഡിയോ മാധ്യമങ്ങളും. എന്തുകൊണ്ടാണ്? ലഹരിയുടെ ഫലമായിട്ടുള്ള അക്രമങ്ങൾ ഇന്ന് ഒരിക്കലും കേൾക്കാത്ത രീതിയിൽ കേരളക്കരയെയും നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും തലങ്ങും വിലങ്ങും ആക്രമിച്ചുകൊണ്ടിരിക്കുക. പ്രധാന അധ്യാപിക റീന KP അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് വിൽസൺ കാഞ്ഞുത്തറ, റൂബൻ വിവേര, ഡേവിസ് പോൾ, ജിയോ കൊടിയൻ എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകളിലേക്ക്. പുത്തൻചിറ പടിഞ്ഞാറ് മുസ്ലിം മഹൽ ജമാഅത്തിന്റെ കീഴിലുള്ള തഹ്ലീമുൽ ഇസ്ലാം മദ്രസയിൽ പ്രവേശനോത്സവം നടന്നു. മഹൽ എക്സിക്യൂട്ടീവ് അംഗം പാറക്കുളം അബ്ദുഹാജി ഉദ്ഘാടനം നിർവഹിച്ചു. മഹൽ പ്രസിഡന്റ് TS ഷാജു അധ്യക്ഷത വഹിച്ചു. ലിയ കത്തലി, സദർ അലീം, അബ്ദുസലാം മുസ്ലിയാർ, ജബ്ബാർ, അബു പാലക്കാട്ടുപറമ്പിൽ എന്നിവർ പങ്കെടുത്തു. സ്മാർട്ട് ക്ലാസ് ആയ 1ാം ക്ലാസ്സിലേക്ക് അക്ഷരങ്ങളും ചിത്രങ്ങളും അജിത് കണ്ണിക്കര സൗജന്യമായി ചെയ്തു നൽകി.
പ്രശസ്ത ഫോട്ടോഗ്രാഫർ സജി വസദിനിയുടെ ഫോട്ടോ പ്രദർശനം ചാലക്കുടി ചോല ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള 32ഓളം ഫോട്ടോകളാണ് കാഴ്ച 25 എന്ന പേരിൽ ഒരുക്കിയിട്ടുള്ളത്. യാത്രകളിൽ പകർത്തിയ പ്രകൃതി ദൃശ്യങ്ങൾ, പട്ടണങ്ങൾ, വൈൽഡ് ലൈഫ്, ലാൻഡ്സ്കേപ്പ് തുടങ്ങിയ വിവിധ ഇനങ്ങളിൽപ്പെട്ട ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. പ്രദർശനം 12-ന് സമാപിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 2 തവണ മികച്ച ഫോട്ടോഗ്രാഫിക്കുള്ള അവാർഡ്, സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ അവാർഡ്, ലളിതകലാ അക്കാദമിയുടെ അവാർഡ്, ആലപ്പുഴ ബാസി മെമ്മോറിയൽ അവാർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ഗോൾഡ് മെഡൽ അവാർഡ്, ചാലക്കുടി പ്രസ് ക്ലബിൻ്റെ സംസ്ഥാനതല ദൃശ്യപ്രതിഭ പുരസ്കാരം എന്നിവ സജീവ് വസദിനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതാവായ സജീവ് വസദിനി AKPS സ്കൂൾ ഓഫ് ഫോട്ടോഗ്രാഫിയുടെ ഡയറക്ടറാണ്. കഴിഞ്ഞ 36 വർഷമായി ഫോട്ടോഗ്രാഫി മേഖലയിലുള്ള സജീവ് വസദിനി ചാലക്കുടി സ്വദേശിയാണ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചു കേരളത്തിൽ അടുത്ത 4 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. ഇന്ന് സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ വകുപ്പും മുന്നറിയിപ്പ് നൽകി. ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണമെന്നും തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. അശാസ്ത്രീയവും അന്യായവുമായ കോർട്ട് ഫീ വർധനവിൽ പ്രതിഷേധിച്ച് ചാലക്കുടി ബാർ അസോസിയേഷന്റെയും അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പോളി ആന്റണി അധ്യക്ഷനായി. അഡ്വക്കേറ്റ് വിൽസൺ വടാശ്ശേരി, അഡ്വക്കേറ്റ് ക്ലമൻസ് തോട്ടാപ്പള്ളി, അഡ്വക്കേറ്റ് MD ഷാജു, കേരള ലോയേഴ്സ് ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് PG രാജു, കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് AT ബഷീർ എന്നിവർ സംസാരിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, പഞ്ചായത്ത് അംഗങ്ങളായ സാജിദ പുതിയ വീട്ടിൽ, സജീഷ് സത്യൻ, PH ബാബു, VV ജയൻ, PH ഷമീർ, ഷിനി സതീഷ്, ഷൈജ ഷാനവാസ്, ഹേന രമേഷ്, ഫാത്തിമ അഷറഫ്, AV ഗിരിജ, സ്പീച്ച് തെറാപ്പിസ്റ്റ് അനീറ്റ, ടെക്നീഷ്യൻ രഞ്ജൻ, സോഷ്യൽ വർക്കർ ശ്രീജ, അംഗൻവാടി സൂപ്പർവൈസർ ഷീബ തുടങ്ങിയവർ പങ്കെടുത്തു. 3,76,300 രൂപ ചെലവഴിച്ചാണ് 29 പേർക്ക് സഹായ ഉപകരണങ്ങൾ നൽകിയത്. ജബൽപൂരിൽ ക്രിസ്ത്യൻ വൈദികർക്കു നേരെ RSS സംഘപരിവാർ ശക്തികൾ നടത്തിയ ആക്രമണത്തിനും പെട്രോൾ ഡീസലിൻ്റെ പാചകവാതകത്തിൻ്റെയും വില വർദ്ധിപ്പിച്ച BJP സർക്കാരിൻ്റെ നടപടിയിലും പ്രതിഷേധിച്ച് CPIM കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടപ്പുറത്ത് പ്രകടനവും പൊതുയോഗവും നടത്തി. ആനാപ്പുഴയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കോട്ടയിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ പൊതുയോഗം CPM ഏരിയ കമ്മിറ്റി അംഗം KR ജൈത്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഷീല രാജകമൽ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി TP പ്രഭേഷ്, നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, CV ഉണ്ണികൃഷ്ണൻ, MS വിനയകുമാർ, KM സലീം എന്നിവർ പ്രസംഗിച്ചു. കാലടിയിലെ കവർച്ചാ സംഘം നേതാവ് കല്ലാടൻ ഗിരീഷിനെ സംരക്ഷിച്ച BJP ജില്ലാ നേതൃത്വത്തിനെതിരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കാത്തതിനെതിരെയും ജബൽപൂരിലെ ഹീനമായ ക്രൈസ്തവ വേട്ടയ്ക്കെതിരെയും SDPA കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം AK മനാഫ് ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് അജ്മൽ എടവിലങ്ങ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കൊടുങ്ങല്ലൂർ മണ്ഡലം മൻസൂർ, സുൽഫിക്കർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി കോടതി ജംഗ്ഷനിലെ അടിപ്പാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾ സുഗമമായി കടക്കാൻ പറ്റാത്തതാണ് കുരുക്കിന് ഒരു കാരണം. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടി പുലിയുടെ ആക്രമണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാൽപ്പാറയിലാണ് തോട്ടം തൊഴിലാളിയുടെ മകൻ പുലിയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴക്കി രക്ഷപ്പെട്ടത്. കൊടുങ്ങല്ലൂരിൽ ശീതളപാനീയ കടയുടെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കച്ചവടം നടത്തിയ ആൾപ്പിടിയിൽ.
കാവിൽക്കടവ് പടുവിങ്ങൽ വീട്ടിൽ നൂറുദ്ദീനെയാണ് എക്സൈസ് പിടികൂടിയത്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.